ഞങ്ങൾ പേടിച്ചു പോയി. അൻതകൂന ശൈത്വാനതൻ, ഞങ്ങളോട് സംസാരിക്കുന്ന ഈ ജീവി ഒരു പിശാചായിരിക്കുമോ എന്ന് ഞങ്ങൾ പേടിച്ചു പോയി. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഫൻതലഖനാ സിറാഅൻ, ഞങ്ങൾ വളരെ വേഗത്തിൽ ആ മഠത്തിലേക്ക് നടന്നു. ഹത്താ ദഖൽന ദൈറ, അങ്ങനെ ആ മഠത്തിൽ ഞങ്ങൾ പ്രവേശിച്ചു. ഫൈദാ ഫീഹി അഅ്ലമു ഇൻസാനിൻ റഅയ്നാഹു ഖത്തുൻ ഖൽഖ, ആ മഠത്തിന്റെ ഉള്ളിൽ അതാ ഒരു വലിയ ജീവി, ഭീമാകാരമായ ഒരു ജീവി. അത്രത്തോളം വലിയ ഒരു ജീവിയെ, ഒരു സൃഷ്ടിപ്പിനെ ഇന്ന് വരെ ഞങ്ങൾ കണ്ടിട്ടില്ല. ബലിഷ്ഠമായ ശരീരപ്രകൃതിയോടുകൂടി വല്ലാത്തൊരു രൂപം ആ മഠത്തിന്റെ ഉള്ളിലിരിക്കുന്നു. രണ്ട് കൈയും ചേർത്ത് വെച്ചിരിക്കുന്നു, പിരടിയിലേക്ക് ചേർത്ത് വെച്ചു. അതേപോലെ തന്നെ രണ്ട് മുട്ടും നെരിയാണിയിലേക്കും ചേർത്ത്, രണ്ട് കൈയ്യ് പിരടിയിലേക്ക് ചേർത്തും മുട്ടിൻകാല് നെരിയാണിയുമായി തട്ടുന്ന രൂപത്തിലും ബിൽ ഹദീദി, ഇരുമ്പ് കൊണ്ട് ബന്ധിച്ചുകൊണ്ട് ഭീമാകാരമായ ഒരു ജീവിയെ ഞങ്ങൾ ആ മഠത്തിൽ കണ്ടു. ഇരുമ്പ് കൊണ്ട് ഇരുമ്പിന്റെ ചെങ്ങല കൊണ്ട് ബന്ധിപ്പിക്കപ്പെട്ട രൂപത്തിൽ. ആ ജീവിയോട് ഞങ്ങൾ ചോദിച്ചു, ആ റജുലിനോട്, ആ മനുഷ്യനോട് ഞങ്ങൾ ചോദിച്ചു, വൈലക് മാ അൻതി, നിനക്ക് നാശം, എന്താണ് നീ, ആരാണ് നീ? ഖാല, ആ മനുഷ്യൻ സംസാരിക്കാൻ തുടങ്ങി, ഖദ് ഖദർതും അലാ ഖബരി, നിങ്ങൾക്ക് എനിക്ക് ചില വാർത്തകൾ പറഞ്ഞു തരാൻ നിങ്ങളെ കൊണ്ട് കഴിയും. ആരാണ് നീ എന്ന് ചോദിച്ചപ്പോൾ അതിന് ഉത്തരം കൊടുക്കാതെ ആ മനുഷ്യൻ, ആ റജുല് അവരോട് തിരിച്ചു പറഞ്ഞു, എനിക്ക് ചില വാർത്തകൾ അറിയിച്ചു തരാൻ നിങ്ങൾക്ക് കഴിയും. ഫഖ്ബിറൂനി, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് അറിയിച്ചു തരണം. മാ അൻതും, ആരാണ് നിങ്ങൾ, ആരാണ് നിങ്ങളെന്ന് എനിക്ക് പറഞ്ഞു തരണം. ഖാലു, അവർ പറഞ്ഞു, തമീമുദ്ദാരി അടക്കമുള്ള ഈ ദ്വീപിൽപ്പെട്ട 30ഓളം ആളുകൾ അവർ പറഞ്ഞു, നഹ്നു ഉനാസു മിനൽ അറബി, ഞങ്ങൾ അറബികളിൽപ്പെട്ട കുറച്ച് ആളുകളാണ്. എന്നിട്ട് ആ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. ഞങ്ങൾ സമുദ്ര സഞ്ചാരത്തിൽപ്പെട്ടു, തിരമാലകൾ അടിച്ചു, അങ്ങനെ ഞങ്ങൾ ഈ ദ്വീപിലെത്തിപ്പെട്ടു. ഈ ദ്വീപിലെത്തിപ്പെട്ട സമയത്ത് രോമാവൃതമായ ഒരു ജീവിയെ കണ്ടു. ആ ജീവി ഞങ്ങളോട് സംസാരിച്ചു. അതൊരു പിശാചായിരിക്കുമോ എന്ന് ഞങ്ങൾ പേടിക്കുന്നു. ആ ജീവി ഞങ്ങളോട് ഈ മഠത്തിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞതാണ്. ഈ സമയത്ത് ഈ റജുൽ സംസാരിച്ചു, അഖ്ബിറൂനി, എങ്കിൽ നിങ്ങൾ എനിക്ക് അറിയിച്ചു തരണം, അന്നഖലി ബൈസാൻ, ബൈസാനിലെ ഈത്തപ്പന മരങ്ങളെ കുറിച്ച്, ബൈസാനിലെ ഈത്തപ്പന മരങ്ങളെ കുറിച്ച് നിങ്ങൾ എനിക്ക് അറിയിച്ചു തരണം. ഖുൽന, ഞങ്ങൾ ആ മനുഷ്യനോട് ചോദിച്ചു, അൻ അയ്യി ശൈനിഹാ തസ്തഖ്ബിർ, ബൈസാനിലെ ഈത്തപ്പന മരങ്ങളെ കുറിച്ചുള്ള എന്തൊരു വിവരമാണ് നിനക്കറിയേണ്ടത്? ഖാല, ആ റജുല്, ആ മനുഷ്യൻ ചോദിച്ചു, അസ്അലുക്കും അൻ നഖ്ലിഹാ, ബൈസാനിലുള്ള ഈത്തപ്പന മരങ്ങളെ കുറിച്ചാണ് എനിക്കറിയേണ്ടത്. ഹൽ യുസ്മിറു, അതിപ്പോഴും ഫലം ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ, ഈത്തപ്പഴങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ? ഖുൽനാലഹു, ഞങ്ങൾ ആ മനുഷ്യനോട് ഞങ്ങൾ പറഞ്ഞു, നഅം, ബൈസാനിലെ ഈത്തപ്പനകൾ ഇപ്പോഴും ഫലങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. ആ സമയത്ത് ഖാല, ഈ മനുഷ്യൻ പറഞ്ഞു, അമാ, എന്നാൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, ഇന്നഹു യൂശികു അല്ലാ തുസ്മിറ, ഇനി അധിക കാലം ബൈസാനിലെ ഈത്തപ്പനകൾ ഫലം കായ്ക്കുകയില്ല, അത് അവസാനിക്കാറായിരിക്കുന്നു. എന്നിട്ട് വീണ്ടും ഖാല, ആ മനുഷ്യൻ ചോദിച്ചു, അഖ്ബിറൂനി, നിങ്ങൾ എനിക്ക് അറിയിച്ചു തരണം, അൻ ബുഹൈറത്തി തൊബരിയ, തൊബരിയ തടാകത്തെ കുറിച്ച് നിങ്ങൾ എനിക്ക് അറിയിച്ചു തരണം. ഖുൽന, ഞങ്ങൾ ആ ജീവിയോട് ചോദിച്ചു, ആ മനുഷ്യനോട് ചോദിച്ചു, എന്താണ് തൊബരിയ തടാകത്തെ കുറിച്ച് നിനക്ക് എന്തൊരു വാർത്തയാണ് അറിയേണ്ടത്? ഖാല, ആ മനുഷ്യൻ ഞങ്ങളോട് ചോദിച്ചു, ഹൽ ഫീഹാ മാഉൻ, അതിൽ വെള്ളമുണ്ടോ? ഖാലു ഹിയ കസീറത്തുൽ മായി, ഇപ്പോഴും തൊബരിയ തടാകത്തിൽ ധാരാളം ജലമുണ്ട്. ഖാല, ആ മനുഷ്യൻ പറഞ്ഞു, അമാ, നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, ഇന്നമാഹാ യൂശികു അൻ യദ്ഹബ, ആ തൊബരിയ തടാകത്തിലെ ജലം വറ്റാറായിരിക്കുന്നു, അധിക കാലം കഴിയാതെ തൊബരിയ തടാകത്തിലെ ജലം വറ്റും. ഖാല, ആ മനുഷ്യൻ വീണ്ടും ചോദിച്ചു, അഖ്ബിറൂനി അൻ ഐനി സുഗർ, സുഅറിലെ അരുവികളെ കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നാലും. സുഅർ എന്നത് ഷ്യാമിൽ നിന്നും കുറച്ച് മുന്നോട്ട് പോയാൽ കാണുന്ന സ്ഥലമാണ് സുഅർ. ആ സുഅറിലെ അരുവികളെ കുറിച്ച് എനിക്ക് അറിയിച്ചു തന്നാലും. ഞങ്ങൾ ചോദിച്ചു, സുഅറിലെ അരുവിയെ കുറിച്ച് നിനക്ക് എന്താണ് അറിയേണ്ടത്?
ആ മനുഷ്യൻ ചോദിച്ചു, ഹൽഫിൽ ഐനി മാഉൻ, സുആറിലെ അരുവിയിൽ ഇപ്പോഴും വെള്ളമുണ്ടോ? വഹൽ യസ്റഉ അഹ്ലുഹാ ബിമാഇൽ ഐനി, ആ അരുവിയിലെ വെള്ളം ഉപയോഗിച്ചുകൊണ്ടാണോ അവിടത്തുകാർ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഖുൽനാലഹു, ഞങ്ങൾ ആ ജീവിയോട് പറഞ്ഞു, നാം അതെ, ഹിയ കസീറത്തുൽ മായി, സുആറിലെ അരുവിയിൽ ഇപ്പോഴും ധാരാളം ജലമുണ്ട്. വാഹിലുഹാ യസ്റഊന മിൻ മായിഹാ, അവിടത്തുകാർ ഈ അരുവിയിലെ വെള്ളം ഉപയോഗിച്ചുകൊണ്ടാണ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാല, ആ സമയത്ത് അദ്ദേഹം വീണ്ടും ചോദിച്ചു, അദ്ദേഹം പറഞ്ഞു, ആ മനുഷ്യൻ പറഞ്ഞു, അധികം താമസിയാതെ അതിലെ വെള്ളം വറ്റും. പിന്നീട് അവിടത്തുകാർക്ക് അതിലെ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് കൃഷി ചെയ്യാൻ സാധ്യമല്ല. എന്നിട്ട് വീണ്ടും ആ മനുഷ്യൻ ചോദിച്ചു, അഖ്ബിറൂനി, നിങ്ങൾ എനിക്ക് അറിയിച്ചു തന്നാലും, അന്നബിയിൽ ഉമ്മിയീന മാ ഫഅല, നിരക്ഷരരായ ആളുകളിലേക്ക് നിയോഗിക്കപ്പെടുമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു നബിയുണ്ടല്ലോ, ആ നബിയുടെ വിവരം എന്താണ് എന്ന് നിങ്ങൾ എനിക്ക് അറിയിച്ചു തന്നാലും. മാ ഫഅല, എന്താണ് അയാൾ ചെയ്തിരിക്കുന്നത്? ഖാലു, അവർ പറഞ്ഞു, ഖദ് ഖറജ മിൻ മക്ക, നിരക്ഷരരായ മനുഷ്യരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകൻ മക്കയിൽ നിന്നും പുറപ്പെട്ടിരിക്കുന്നു. വനസല യസ്രിബിൽ, മദീനയിലെത്തിയിരിക്കുന്നു. ഖാല, ആ മനുഷ്യൻ ചോദിച്ചു, അഖാതലഹുൽ അറബു, അറബികളുമായിട്ട് പ്രവാചകൻ യുദ്ധം ചെയ്തോ? ഖുൽന, ഞങ്ങൾ പറഞ്ഞു, നഅം, അതെ, അറബികളുമായിട്ട് യുദ്ധം നടന്നു. ഖാല, ഈ മനുഷ്യൻ ചോദിച്ചു, കൈഫ സ്വനഅ ബിഹിം, എന്താണ് സംഭവിച്ചത് യുദ്ധത്തിന് ശേഷം? ഫഅഖ്ബർനാഹു, ഞങ്ങൾ ആ മനുഷ്യനെ അറിയിച്ചു, അന്നഹു ഖദ് ദഹറ അലാ മൻ യലീഹി മിനൽ അറബി, തൊട്ടടുത്തുള്ള അറബികളുടെ മേൽ ആ നിരക്ഷരനായ പ്രവാചകൻ വിജയം നേടിയിരിക്കുന്നു. വഅതാഉഹു, അറബികളെല്ലാം ആ നിരക്ഷരനായ പ്രവാചകനെ അനുസരിച്ചിരിക്കുന്നു. ഖാല ലഹും, ആ മനുഷ്യൻ അവരോട് ചോദിച്ചു, ഖദ് കാന ദാലിക, അത് സംഭവിച്ചോ, അതുണ്ടായോ? ഖുൽനാ, ഞങ്ങൾ പറഞ്ഞു, നഅം, അതെ, അതുണ്ടായിരിക്കുന്നു, അത് സംഭവിച്ചിരിക്കുന്നു. ഖാല, ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞു, അമാ ഇന്ന ദാലിക ഖൈറുൽ ലഹും മൻ യുതിയൂഹു, ആ അറബികൾക്ക് ആ നിരക്ഷരനായ പ്രവാചകനെ അനുസരിക്കലായിരുന്നു നല്ലത്. ഇത് പറഞ്ഞതിന് ശേഷം ഈ ജീവി ഇത്രയും കാര്യങ്ങള് തമീമുദ്ദാരി പ്രവാചകനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇങ്ങനെ ഒരു സമുദ്രയാത്ര ഉണ്ടായി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അവസാനം ഈ കാര്യങ്ങള് ആ നിരക്ഷരനായ പ്രവാചകനെ അനുസരിക്കലായിരുന്നു അവർക്ക് നല്ലത് എന്ന് പറഞ്ഞതിന് ശേഷം ആ മനുഷ്യൻ സംസാരിക്കാൻ തുടങ്ങി. വഇന്നീ മുഖ്ബിറുക്കും മന്നി, ഇനി ഞാൻ എന്നെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്നിട്ട് ആ മനുഷ്യൻ സംസാരിക്കുന്നു, ഇന്നി അലൽ മസീഹു, ഞാനാണ് മസീഹ്, ഞാനാണ് മസീഹുദ് ദജ്ജാൽ. നമ്മൾ മനസ്സിലാക്കണം, മസീഹുദ് ദജ്ജാൽ ഉണ്ട്, മസീഹുദ് ദജ്ജാൽ വന്നിട്ടുണ്ട്. സംസാരിക്കുന്നു, ഇന്നി അലൽ മസീഹു, ഞാനാണ് മസീഹ്, ഞാനാണ് മസീഹുദ് ദജ്ജാൽ. വഇന്നി ഊശികു അൻ യുദന ലീ ഫിൽ ഖുറൂജി, എനിക്ക് പുറപ്പെടാനുള്ള, പുറത്തു വരാനുള്ള സമയമായിരിക്കുന്നു. എന്റെ ഈ ബന്ധനത്തിൽ നിന്നും ഈ ബന്ധനങ്ങൾ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് എനിക്ക് പുറത്തു വരാനുള്ള സമയമായിരിക്കുന്നു. ഞാനാണ് മസീഹുദ് ദജ്ജാൽ. ഫഖ്റുജു, ഞാൻ പുറത്തു വരും. ഫാസീറു ഫിൽ അർളി, ഭൂമിയിലൂടെ മുഴുവനും ഞാൻ സഞ്ചരിക്കും. ഒരു ഗ്രാമം പോലും ഞാൻ ചെല്ലാത്ത ഒരു ഗ്രാമം പോലും ലോകത്ത് ഭൂമിയിൽ ബാക്കിയുണ്ടാവില്ല. 40 ദിവസം കൊണ്ട്, 40 ദിവസത്തിനുള്ളിൽ ഞാൻ ചെല്ലാത്ത ഒരു സ്ഥലം പോലും ഭൂമിയിൽ ഉണ്ടാവില്ല. മക്കയും ത്വയ്ബയും ഒഴികെ, ഫഹുമാ മുഹറമതാനി, മക്കയും ത്വയ്ബയും അത് രണ്ടും എനിക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. കുല്ലമാ അറത്തു അൻ അദ്ഖുല വാഹിദതൻ ഔ വാഹിദൻ മിൻഹുമാ, മക്കയിലോ ത്വയ്ബയിലോ ഞാൻ പ്രവേശിക്കാൻ ഒരുങ്ങുമ്പോഴെല്ലാം തന്നെ ഇസ്തഖ്ബലനി മലക്കുൻ, ഒരു മലക്കെന്നെ നേരിടും. ബിയദിഹി, ആ മലക്കിന്റെ കയ്യിലുണ്ടായിരിക്കും അസ്സൈഫു സുൽത്ത, ഊരി പിടിച്ച വാളുമായിട്ട് ഒരു മലക്കെന്നെ എതിരിടും. യസുദ്ദുനി അൻഹ, ആ മലക്കെന്നെ തടയും. വഇന്ന അലാ കുല്ലി നഖബിൻ മിൻഹാ മലായികത്തുൻ യഹ്റുസുനഹ, മക്കയിലും ത്വയ്ബയിലും അതിന്റെ ഓരോ കവാടങ്ങളിലും കാവൽ നിൽക്കുന്ന മലക്ക
മലക്കുകൾ ഉണ്ടായിരിക്കും. ആ മലക്കുകൾ എന്നെ തടയും. മക്കയിലേക്കും മദീനയിലേക്കും പ്രവേശിക്കാൻ എനിക്ക് കഴിയില്ല. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം വിശദീകരിച്ചു കൊടുത്തു. ഈ